ദുരിതാശ്വാസ നിധി തട്ടിപ്പ് കേസിൽ ലോകായുക്ത വിധി നാളെ. വിധി സർക്കാരിന് നിർണായകമാണ്. മുഖ്യമന്ത്രിയും 18 മന്ത്രിമാരുമാണ് കേസിൽ എതിർകക്ഷികൾ. തുക തിരിച്ചുപിടിക്കണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. കേസിൽ വാദം പൂർത്തിയാക്കി 1 വർഷം പിന്നിട്ട ശേഷമാണ് വിധി പ്രഖ്യാപിക്കുന്നത്. കേസിൽ വാദം പൂർത്തിയായി 1 വർഷം പിന്നിട്ടിട്ടും വിധി പറയാൻ വൈകുന്നതിനെതിരെ പരാതിക്കാരനായ RS ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ചതിനു പിന്നാലെയാണ് കേസിൽ ലോകായുക്ത വിധി പറയുന്നത്. 2022 ഫെബ്രുവരിയിൽ വാദം ആരംഭിച്ച ഹർജിയിൽ മാർച്ച് 18-ന് വാദം പൂർത്തിയായിരുന്നു. തുടർന്ന് 1 വർഷമായിട്ടും കേസിൽ വിധി പറഞ്ഞിരുന്നില്ല. തുടർന്ന് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി പരിഗണിച്ച കോടതി വിധി പ്രഖ്യാപിക്കാൻ ലോകായുക്തയ്ക്ക് പരാതി നൽകാൻ നിർദ്ദേശിച്ചു. പിന്നാലെയാണ് നാളെ വിധി പറയുന്ന കേസുകളുടെ പട്ടികയിൽ ദുരിതാശ്വാസ നിധി കേസ് ഉൾപ്പെടുത്തിയത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് NCP നേതാവ് ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപയും ചെങ്ങന്നൂർ മുൻ MLA രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് കടം വീട്ടാൻ 8.5 ലക്ഷം രൂപയും കോടിയേരിയുടെ പൈലറ്റ് വാഹനാപകടത്തിൽ മരിച്ച പോലീസുകാരന്റെ കുടുംബത്തിന് 20 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. ഇത് ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പൊതുപ്രവർത്തകനായ RS ശശികുമാർ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതിയാക്കി ഹർജി ഫയൽ ചെയ്തത്. ബന്ധുനിയമനവുമായി ബന്ധപ്പെട്ട കേസിലെ ലോകായുക്ത പരാമർശത്തെ തുടർന്ന് കഴിഞ്ഞ സർക്കാരിലെ മന്ത്രി KT ജലീലിന് രാജിവെക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വിധി മുഖ്യമന്ത്രിക്കും ഏറെ നിർണായകമാണ്. വിധി എതിരായാൽ മുഖ്യമന്ത്രിക്കും രാജിവെക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. ലോകായുക്തയിൽ കേസിന്റെ വാദം നടക്കുന്നതിനിടെ അഴിമതി തെളിഞ്ഞാൽ സ്ഥാനം ഒഴിയണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ട് സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിരുന്നു. ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന നിയമം നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.